ഒക്ലഹോമയിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 33-കാരിയായ അമ്മയും 34-കാരനായ രണ്ടാനച്ഛനും അറസ്റ്റിലായി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് 34-കാരനായ രണ്ടാനച്ഛനാണെന്ന് DNA പരിശോധന വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. നവജാത ശിശുവിന്റെ DNA 99.9% സത്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 16-നാണ് 11-കാരി പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിന് ജന്മം നൽകിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രസവത്തിനിടെ ആവശ്യമായ ആശുപത്രി തലത്തിലുള്ള സേവനങ്ങൾ നൽകാത്തതിനാൽ മാതാപിതാക്കൾക്കെതിരെ കേസുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ വ്യക്തമാക്കിയതുപോലെ കുട്ടിക്ക് അടിയന്തര വൈദ്യസഹായം ലഭിക്കാത്തത് കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കിയിരിക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. 34-കാരൻ മാസങ്ങളോളം 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് അന്വേഷകരുടെ കണ്ടെത്തൽ. 11-കാരിയെ കൂടാതെ 2, 4, 6, 7, 9 വയസ്സ് പ്രായമുള്ള കുട്ടികൾ കൂടി ഇവർക്കുണ്ട്. ഈ കുട്ടികളുടെ എല്ലാം തന്നെ ജീവിത സാഹചര്യങ്ങൾ അതീവ മോശമെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. കുട്ടികളെ മാലിന്യങ്ങൾ നിറഞ്ഞ സുരക്ഷിതമല്ലാത്ത പരിസരത്തിൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ വളർത്തിയിട്ടുണ്ട്. കുട്ടികളെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്നും മാറ്റി ചൊവ്വാഴ്ച ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിന്റെ കൈവശം നൽകിയാണ് സുരക്ഷിത പരിചരണം ഉറപ്പാക്കിയത്. കുട്ടികളുടെ ആരോഗ്യപരവും മാനസിക സാമൂഹ്യപരവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കപ്പെടും. കുട്ടികളെ നെഗ്ലക്ട് ചെയ്തതിനും 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും ആവശ്യമായ ചികിത്സയും പരിരക്ഷയും നൽകാതിരിക്കുന്നതിനും പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവതിക്കും യുവാവിനും എതിരെ വിധിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഒഫൻസ്, ചൈൽഡ് എൻഡേഞ്ചർമെന്റ്, സെക്ഷൽ അസോൾട്ട് എന്നിവയാണ്. സംഭവം പുറത്തു വന്നതിനൊപ്പം സാമൂഹിക മാധ്യമങ്ങളിലും പൊതുജന മനസ്സിനും ശക്തമായ പ്രതിഷേധം ഉയർന്നു. കുട്ടികളുടെ സുരക്ഷിതമായ വളർച്ച ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമം ശക്തമാക്കണമെന്നും കുട്ടികളോടുള്ള പീഡനവും അനാസ്ഥയ്ക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥന ഉയർന്നു. CPS അധികൃതർ കുട്ടികളെ അടിയന്തരമായി രക്ഷപ്പെടുത്തിയതും അവരുടെ ശാരീരിക മാനസിക ആരോഗ്യ പരിശോധനകൾ ആരംഭിച്ചതും വ്യക്തമാക്കുന്നു. കുട്ടികൾക്കായി പ്രത്യേക പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കി അവരുടെ ശാരീരിക ആവശ്യകതകൾ, മാനസിക കൗൺസിലിംഗ് തുടങ്ങിയവ നൽകി. കുട്ടികൾക്കായി പ്രത്യേക പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കി അവരുടെ ശാരീരിക ആവശ്യകതകൾ, മാനസിക കൗൺസിലിംഗ് തുടങ്ങിയവ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. നീതിന്യായ സമിതി കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും തുടർ നടപടികൾക്ക് മുൻകൂർ ഹിയറിംഗുകൾ ക്രമീകരിച്ചതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുട്ടികളുടെ രഹസ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് കേസ് പരിഗണിക്കപ്പെടുന്നത്. ഇത് കുട്ടികളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ ഒരു മികച്ച ഉദാഹരണമായി സമൂഹത്തിന് മുന്നിൽ വെക്കുന്നു. കുട്ടികളെ സുരക്ഷിതമായ വളർച്ചയ്ക്കായി കുടുംബത്തിനുള്ള ചുമതലയും നിയമത്തിന്റെ കൃത്യമായ നടപ്പിലാക്കലും അത്യാവശ്യമാണ്.